ഒരു പരാതി ഇന്നലെ സെക്ഷൽ അസോൾട്ട് സീലിൻ ബ്രേഡി physically molested Leon Edwards. Guys, it was the best molestation I have ever seen. സെക്കൻഡ് റൗണ്ട് ഒക്കെ വന്നിട്ട് നേരെ വന്നിട്ട് എട്ടിപ്പിടിച്ച് നിലത്തിട്ട് പെട്ടെന്ന് കംസത്തിന്റെ വാത് കയറി. സെക്കൻഡ് റൗണ്ട് കംസത്ത് വാത് കയറി ഓടി പിടിച്ച് കട്ടിപ്പിടിച്ച്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, ഇത്ര നാളെ ഞാൻ കിടന്ന് ചാനലിൽ ചിലക്ക് വരുന്നത് ADCC ജുജിത്സു. അപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ ഇല്ല, ADCC പ്ലെയറിന്റെ ജുജിത്സു ലെവൽ കാണിച്ചു കൊടുത്ത്. ലിയോൺ എന്ന് പറഞ്ഞാൽ ഷിറ്റല്ല, ലിയോണിന്റെ ലെജിറ്റ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അലക്സ് പെർണോലെ EMIക്ക് എടുത്ത ബ്ലാക്ക് ബെൽറ്റ് അല്ല, ഒറിജിനൽ ബ്ലാക്ക് ബെൽറ്റ് ആണ് ലിയോൺ. ആ ലിയോണെ സീംബ്രിഡ് ചെയ്തത് കണ്ട ആ സാധനം ഓരോന്നിനെ ട്രാൻസിഷൻ ചെയ്തു. ഗൈസ് ഞാൻ ഇന്നലെ ഈ കളി കണ്ടുപിടിക്കണ അപ്പൊ കിച്ചണില്ലേ ഓരോ ട്രാൻസ് കണ്ടിട്ട് ഓർഗാസ്മിക്കാണ്. ഓരോ ഊരുടെ കിച്ചൺ ഇങ്ങനെ കിടന്ന് കാണിക്കണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ട്രാൻസിഷൻസ്. സമ്മതിച്ചു കൊടുക്കണം. അത് ആണെങ്കിൽ ഗ്രൗണ്ട് എമൗണ്ട് അത്യാവശ്യം ചെയ്തു. സീംബാഡി ഫാനെ ഒറ്റ ഫൈറ്റ് കൊണ്ട് സീംബാഡി ഫാനെ ഞാനുമായിട്ടാ. ആത്മാവേ നീ പോയില്ലേ? ഇവൻ കണ്ടില്ല, ഇവൻ ഉറങ്ങണായിരുന്നു അല്ലേ? അപ്പൊ ആ ഫൈറ്റ് നൈറ്റ് കൊള്ളാട്ടാ. സീംബ്രേഡി ഇല്ലേ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് പറയുമായിരുന്നു ചെയിൻ റെസ്ലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി. കാരണം ഡയറക്റ്റ് ഡബിളിലൊക്കെ അല്ല, കേറി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ട്രാൻസിഷൻ ചെയ്ത് ഡേഡോൺ ലാൻഡ് ചെയ്യാണ്. ഞങ്ങൾ ഇരുന്ന് പറയണായിരുന്നു ഈ സീംബ്രേഡി 2-3 ഡാഗസ്ഥാനിൽ പോയി പ്യുവർ റെസ്ലിംഗ് ഡ്രിൽ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അവിടെ അവരും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. കാരണം അടിച്ചെന്നാ ഔട്ട് ഓഫ് ദ വേൾഡ് ഗ്രാപ്ലിംഗ് ആണ്. പക്ക ഗെയിം പ്ലാൻ മിക്സ് ഒക്കെ ചെയ്തിട്ടില്ലേ. ലിയോണെ സ്ട്രൈക്കിങ്ങിലൊക്കെ കൺഫ്യൂസ് ആയി കളഞ്ഞു. ലിയോൺ ആകെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എൽബോ മാത്രം കൊടുത്തെന്നുണ്ട്, ഒരു സെക്കൻഡ് ഒരു പഞ്ച് കൊടുത്ത്, വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പൊ വെൽറ്റർ വെയിറ്റ് ടോപ്പ് കണ്ടന്ററിൽ കേറി ഷോൺ ബ്രേഡി. ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു ഫൈറ്റ് നേരെ പോടാ. ലിയോനെ തോപ്പിച്ച നമ്പറോട് കണ്ടന്റർ തോപ്പിച്ച. ഞാൻ പിന്നെ ഒരു കാര്യം പറയും, ഇത്ര നല്ല ബ്രേഡി പറയുമായിരുന്നു. എനിക്ക് അബുദാബിയിൽ ബലാലായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ 24 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ 24 മണിക്കൂർ ഫ്ലൈറ്റ് കയറിയവർക്ക് മനസ്സിലാവും. ജെറ്റ് ലാഗ് ഉണ്ടായിരുന്നു, എനിക്ക് വെയിറ്റ് കെട്ട് പറ്റിയില്ല. അപ്പൊ അത് ഞാൻ എക്സ്ക്യൂസ് ആണെന്ന് വിചാരിച്ച. പക്ഷെ ലിയോൺ ഇത്ര രീതിയിൽ മൊളസ്റ്റ് ചെയ്ത് സെക്ഷലി അസോൾട്ട് ചെയ്തപ്പോ എനിക്ക് തോന്നണ ബ്രാഡിക്ക് ബലാലിനെ തോപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഐ ജസ്റ്റ് സോ എ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് പെർഫെക്റ്റഡ് വെർഷൻ ഓഫ് ബ്രേഡി. ഐ ആം സോ ഇംപ്രസ്ഡ്. ബലാലാണെങ്കിൽ ലിയോണോട് പറയുന്ന സീനുണ്ട്, ഇപ്പോഴും 5 ടൈംസ് ഓടി തന്നെയാണ് ഫൈറ്റ് ചെയ്തതൊക്കെ. ബലാലി എന്താണ്ടും ലിയോൺ തിരിച്ചു തോപ്പിച്ചു. ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ട് 10 ട്വീറ്റ് ചെയ്ത് ഒറ്റടിക്ക് ചത്തവൻ ശവത്തി കുത്തലെന്നൊക്കെ പറയൂലേ, ശവത്തി കുത്തിയേക്കണ്. ഇനിയിപ്പോ അവിടെ ഉസ്മാനും കൂടി ഒന്ന് ഫൈറ്റ് ചെയ്യാനുണ്ട്, ബാക്കി എല്ലാരും ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നുണ്ട് വെൽറ്റർ വെയിറ്റില്. അല്ല ബ്രേഡിക്ക് ഡയറക്റ്റ് ഷോട്ട് കൊടുക്കണം ഗൈസ്. പക്ഷെ ഈ എല്ലാവർക്കും ഈ JDMന് പകരം ബ്രേഡി വിസസ് ബിലാലാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പൊ ഈ JDMന് വെറുതെ ഇരുന്ന് ഒരുത്തരെ വിളിച്ച് ഷോട്ട് വേണം ബാ എടുത്തോടുത്തോ എന്ന് പറഞ്ഞു. മറ്റേ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ തോപ്പിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി ഡാനം എങ്ങനെയെങ്കിലും ചെടി നോക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്ത ഫൈറ്റാണ്. ഇപ്പോൾ ഷൗക്കത്തിന് ഇനി അടുത്ത ടൈറ്റിൽ ഷോട്ട് കൊടുക്കണം. അപ്പൊ വേണമെങ്കിൽ ഇവരുടെ ബ്രേഡി വിസസ് ഷൗക്കത്തൊക്കെ കിടില മാച്ചപ്പ് അല്ലേ? താഴെ പോയി കഴിയുമ്പോ വെറുതെ പുള്ളിയായിരിക്കും. കാരണം ബ്രേഡി എന്തായാലും താഴെ പോകണം. താഴെ പോയി കഴിഞ്ഞാൽ ഷൗക്കത്ത് മറ്റേ ഇവരുടെ വീഡിയോ ഒക്കെ ഇല്ലേ, ആൻസെസ്റ്റർമാരും മംഗോളിയൻ ആൻസെസ്റ്ററൊക്കെ പറിച്ചിട്ട് പോകട്ടാ. ഇത് ADCC ആണ് ഷൗക്കത്തെ. ഇതിന്റെ എഡിറ്റൊന്നും റീലൊന്നും പറ്റൂല. മറ്റേ കണ്ടിട്ടില്ലേ മറ്റേ ഇത് നോക്കുമ്പോ മംഗോളിയൻ ആൻസെസ്റ്റേഴ്സിന്റെ കാല് പറിച്ചിട്ട് പോകുമ്പോ. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ഷീൻ ബ്രേഡി. ഡൂഡ് ജസ്റ്റ് കിൽഡ് ഇറ്റ്. പിന്നെ അടുത്ത എന്താണ് ടോപ്പിക്ക്? ഓ ഗൈസ്, ഞങ്ങളിപ്പോ ഒരു 1FC മെയിൻ ഫൈറ്റ്സ് ഉണ്ട്. 3 ഫൈറ്റ്സ് ഉണ്ട് ഗൈസ്. തായ്വാച്ചിയുടെ ഫൈറ്റ് ഉണ്ട്, സൂപ്പർ ഞാൻ തായ്വാച്ചിനെ വിളിക്കുള്ളൂ ഗൈസ്, കാരണം ഞാനൊരു സാധനം ശീലിച്ചു അങ്ങനെ. പിന്നെ ഞങ്ങൾ കണ്ടത് സൂപ്പർ ലെഗിന്റെ ഫൈറ്റ്, പിന്നെ റോട്ടാങ്ങിന്റെ ഫൈറ്റ്. ഇത് 3നെ പറ്റിയും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറയാം. നമ്മുടെ സൂപ്പർ ലെഗിനെ ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. സൂപ്പർ ലെഗിന്റെ അപ്പോണന്റ് നമ്മൾ തമ്മിലുള്ള റീച്ച് ഡിഫറൻസ് നമ്മുടെ റീച്ച് ഡിഫറൻസ് പോലെ. ഞങ്ങൾ എപ്പോ ഫൈറ്റ് ചെയ്താലും 100% ഞാൻ ജയിക്കുള്ളൂ. 2 കൈ ഇല്ലെങ്കിലും ഞാൻ ജയിക്കുള്ളൂ. ഒരു കാലം മാത്രമാണ് ഞാൻ ജയിക്കുള്ളൂ എനിക്ക് തോന്നുന്നത് കാര്യം എനിക്കറിയില്ല. അപ്പൊ എനിക്ക് പക്ഷെ ഇത് പക്ഷെ അങ്ങനെ തിരിച്ചായിരുന്നു. ഇത് പക്ഷെ അവനൊരുമാതിരി എന്താ കാണിച്ചു കൂട്ടുക. അത് റീമാച്ച് ആയിരുന്നു നമ്മൾ പിന്നെ അറിഞ്ഞത്. പക്ഷെ എല്ലാ രീതിയിലേക്കും തന്നെ വെയിറ്റ് കട്ട് മിസ്സായത് അവനെ മാനസികമായിട്ടും ബാധിച്ചാണ് എന്താണെന്നറിയില്ല. ഭയങ്കര ഡോമിനേഷൻ ആയിരുന്നു. ഒരു ആമേച്ചർ വിസസ് പ്രോ എന്ന് ഫീൽ ചെയ്ത് എനിക്കും ഇവനും. പിന്നെ ഈ തവാൻചയുടെ ഫൈറ്റും അത് ഫെയർ അല്ലട്ടാ. മുയത്തായി ഫൈറ്ററായ ആൾക്കാരെ ക്ലിഞ്ചും എൽബോയും നീസും മറ്റേ ക്ലിഞ്ചി എന്നുള്ള നീസും ഡേറ്റി ബോയ്സും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് തായ്വാൻചീനെ ഇവിടെ കൊണ്ട് ചെയ്ത് ശരിയായില്ല. ലിമിറ്റഡ് വെപ്പൺസോടാണ്. മറ്റവനാണെങ്കിൽ ഹെവി ബോക്സിങ് പെർഫെക്റ്റഡ് ഹെഡ് മൂവ്മെന്റും മോന്റെ ഹാൻഡ്സിന്റെ പവറൊക്കെ ഇവിടെ നിന്ന് ഇവന് ഫീൽ ചെയ്ത്. തായ്വാച്ചിക്ക് ഓരോ പഞ്ച് കൊള്ളുമ്പോ ഇവൻ അമ്മേനെ പോലെ കിടന്ന് കാണിക്കണായിരുന്നു. അപ്പൊ
അതൊരു മിസ്മാച്ച് ആയിരുന്നു സ്റ്റൈലിസ്റ്റിക്കലി ഷോ വരുന്നത്. ഐ ഡോണ്ട് എഗ്രി. ഒരു MMA വിസസ് ബോക്സർ അത്രയല്ല, എന്നാലും അതിന്റെ അടുത്ത് കൂടി പോണ ശോകം അവര് തോറ്റുപോയി. ഒരു നോക്ക്ഡൌൺ കഴിഞ്ഞ് എണീറ്റൊക്കെ നിന്ന് ടൂ മച്ച്. അത് നല്ല സ്റ്റോപ്പേജ് ആയിരുന്നു. കാരണം 25 വയസ്സുള്ള വാച്ചിന് ഇനി പ്രായം കൊടുത്ത് ഡാമേജ് കൊടുത്ത് ഇപ്പളേ കുത്തണ്ട. പക്ഷേ ഹോണർ തിരിച്ചെടുത്ത ഒരാള് ഗൈസ്, അവർ കിങ് റോട്ടാങ്. അല്ല, ഈ ഫൈറ്റ് തവാൻചയുടെ ഫൈറ്റ് കണ്ടപ്പോ വിചാരിച്ചു ഇനിയിപ്പോ കിക്ക് ബോക്സിംഗ് തന്നെ. അതും മറ്റേതും റോട്ടാങ്ങിന്റെ ഫൈറ്റും കിക്ക് ബോക്സിംഗ് ആയിരുന്നു. അപ്പൊ വിചാരിച്ചു റോട്ടാങ് നോക്കൗട്ട് ആവുമെന്ന് വിചാരിച്ചു, കിച്ചൻ മാത്രം. അപ്പൊ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നേരെ തിരിച്ചായിരുന്നു. ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അല്ലേ പറന്നുപോയി മറ്റേ. അത് നല്ല ഷോപ്പായിരുന്നു. കാരണം അവൻ അറിയില്ല, ഏത് ദിവസം ഓർമ്മ ഉണ്ടായില്ല. ഫൈറ്റ് കഴിഞ്ഞതൊക്കെ ചോദിക്കണേക്കും ഇപ്പൊ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പോണം, എന്നെ നേരത്തെ റെഡി ആവാന്നൊക്കെ പറഞ്ഞേ. അല്ല പക്ഷെ നല്ല റോട്ടാങ് ലെവൽ സ്വഭാവമാണെന്ന് പ്രൂവ് ചെയ്തിട്ടാ. ആത്മാവെ ഉറക്കെ പറഞ്ഞേ, സബ്സ്ക്രൈബ് കെഞ്ചി പറ. ഏതൊരു കൂട്ടുകാരനെ സെൻഡ് ചെയ്തിട്ട് ഒരുത്തരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാരും അത് ചെയ്യും. ശിവപ്രസാദ്, അക്ഷയ്, ആരൊക്കെയാണ് ഹോണറബിൾ മെൻഷൻസ്? മറ്റേ മഹമ്മദ്, പിന്നെ ആരൊക്കെയാ? ശാരദ, സ്വന്തം അനിയൻ അലസരവരിയാണ്. എന്ത് പറഞ്ഞാലും എന്റെ ചേട്ടനെ പറ്റി പറയുന്നോടാ, ചേട്ടനെ പറ്റി പറയുന്നോടാ വായിച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യം ചൂടെടുത്തവര് ഗ്രൂപ്പില്. ശാരദ കൂട്ടുകാരനെ അടിച്ചു കൊടുത്ത് റിപ്ലൈ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എല്ലാവരും കൂട്ടുകാരനെ അടിച്ചു കൊടുക്ക്. പിന്നെ വേറെ ഒന്നും പറയണ്ട. പ്ലീസ് സബ്സ്ക്രൈബ്.